വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് ഈ പള്ളിയിൽ, അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ സൽക്കർമ്മങ്ങളും അതേപോലെ തന്നെ പുണ്യകർമ്മങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തിച്ച് കാത്തിരിക്കുന്ന ഈ സമയത്ത് അള്ളാഹുത്തിന് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും അവൻ്റെ പൊരുത്തവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, സത്യവിശ്വാസികളായ മുഅ്മിനുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധങ്ങളായ പരീക്ഷണങ്ങൾ, മുഅ്മിനായതിൻ്റെ പേരിൽ, മുസ്ലിം ആയതിൻ്റെ പേരിൽ ഇല്ലാത്ത ശത്രുതയും ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ആരോപിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിമീങ്ങൾ മാത്രമായി വേട്ടയാടപ്പെടുന്നത്? ലോകത്ത് എവിടെ നോക്കിയാലും നമുക്ക് കാണാം. എല്ലാ രാഷ്ട്രങ്ങളിലും, അമേരിക്കയിലായാലും ചൈനയിലായാലും അല്ലെങ്കിൽ വേറെ മ്യാൻമറിലായാലും വേറെ എവിടെയൊക്കെ ലോകത്ത് എവിടെയൊക്കെ മനുഷ്യന്മാരുണ്ടോ, എവിടെയൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ, അവിടെയൊക്കെ അതിക്രൂരമായി തന്നെ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണ്, ആക്ഷേപിക്കപ്പെടുകയാണ്. ഭരണകൂടത്തിൻ്റെ ഭീകരത ഒരു വശത്ത്, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭീകരത, അല്ലെങ്കിൽ ജാതികളുടെ, മതങ്ങളുടെ, ഇന്നത് എന്നില്ല, എല്ലാ അർത്ഥത്തിലും എവിടെയും മർദ്ദനങ്ങളും പീഡനങ്ങളും മുസ്ലിമാണ്. ഇപ്പം നമുക്കറിയാലോ, വാളയാറിൽ ആ ചങ്ങായിനെ തല്ലിക്കൊന്നത് മുസ്ലിമാണ് വിചാരിച്ചിട്ടാണല്ലോ. ഹിന്ദു എന്ന് പറഞ്ഞാൽ അവർ കൊല്ലൂലല്ലോ, മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ആ പാവത്തിനെ കൊന്നതാണല്ലോ, ബംഗ്ലാദേശിയാണെന്ന് വിചാരിച്ചിട്ട് കൊന്നതാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എന്താണ് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നതിൽ തുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും, നിങ്ങളുടെ മുതലുകളിലും നിങ്ങളുടെ ശരീരങ്ങളിലും നിങ്ങളെ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ നിരന്തരമായി പരീക്ഷിക്കപ്പെടും. അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്ന വിഭാഗമാണ് ഈ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗം. മറ്റുള്ളവർക്ക് ഈ പരീക്ഷണങ്ങളൊന്നും പെടില്ല. അവർക്ക് ഇവിടെ സ്വർഗമാണ്. അദ്ദുനിയാ സിജുനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിരി. ഇത് കാഫിരീങ്ങളുടെ സ്വർഗമാണ്, മുഅ്മിനീങ്ങളുടെ ജയിലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഇവിടെ പരീക്ഷണങ്ങളാണ്, നിരന്തരമായ പരീക്ഷണങ്ങൾ. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും, അതേപോലെ വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, അദൻ കസീറ, ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ കേൾക്കേണ്ടി വരും. അല്ലാഹു തആല പറയും, പരിശുദ്ധ ഖുർആൻ പറയുന്നതാണിത്. ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ഖുർആൻ ഈ പറഞ്ഞത് സത്യമായി പുലരണം. ഇതെന്തിനാ അള്ളാഹ് മുൻകൂട്ടി പറഞ്ഞ് നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ഇതൊക്കെ നേരിടണം, നമ്മൾ ഇതൊക്കെ സഹനം കൊണ്ട് പ്രതികരിക്കണം. അപ്പൊ അതിനുവേണ്ടി അല്ലാഹു തആല കുറെ ദുഷ്ടന്മാരെ ഏർപ്പാടാക്കും. അത് ചിലപ്പോൾ സംഘികൾ എന്ന് പറയുന്നവരാകാം, അല്ലെങ്കിൽ കൃസംഘികൾ എന്ന് പറയുന്നവരാകാം, അല്ലെങ്കിൽ നടേശ വിഗ്രഹമാകാം, അല്ലെങ്കിൽ ഭാരതസംഘിനെ പോലെയുള്ള സംഘികളാവാം. ഇന്നവർ എന്നൊന്നുമില്ല, എല്ലാവരും ആർക്കൊക്കെ എന്തൊക്കെ പറയാനും ചെയ്യാനും കുതിര കയറാനും പറ്റുമോ അത് മുഴുവൻ നമ്മൾ അനുഭവിക്കുകയാണ്. ഇവരാരാണ്? ഈ പറയുന്നവരാരും നമ്മൾ അവരെ ഒരു ദ്രോഹവും ചെയ്തിട്ടല്ല അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവവും അവർക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ അവർക്ക് ചെയ്തത് മുഴുവൻ ഉപകാരം മാത്രമേ ചെയ്തുള്ളൂ. നോക്ക് നിങ്ങൾ, ഇപ്പൊ AK ബാലൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. ഈ മുസ്ലിങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഇയാൾ ആരാ നിങ്ങൾ അറിയും? ഇയാള് നാദാപുരത്തുകാരനാ. ഇയാൾക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ, സ്കൂളിലേക്ക് പോകാൻ ഷർട്ടില്ലാതെ, അമ്മ എന്നാ സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് അമ്മ പണിക്ക് പോയപ്പോ വീട്ടിന്റെ മുമ്പിൽ ഒരു വായിലൂടെ വെള്ളം ഒലിപ്പിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ അടുത്ത വീട്ടിലെ മഹമാലിയാക്കാന്ന് പറഞ്ഞ ഒരാള്, അടുത്ത് കട നടത്തുന്ന ഒരാൾ, അയാളുടെ കുട്ടിന്റെ ഒരു ഷർട്ട് എടുത്തിട്ട് കൊടുത്തിട്ട്, നീ ഷർട്ടില്ലാണ്ട് സ്കൂളിലേക്ക് പോകണ്ട പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് സ്ലേറ്റും ഇല്ല. അപ്പൊ സ്ലേറ്റും പെൻസിലും ഒക്കെ കൊടുത്തിട്ട് അയാളെ അവരെ പഠിപ്പിച്ച് വക്കീലാക്കിയത്. അയാളെ മരിച്ചിട്ടും കൂടി ഈ ചങ്ങായി അവിടെ ചെന്നിരുന്നു. ഇപ്പോഴോ ഒക്കെ മറന്നു. ഉപകാരം ചെയ്തവർക്കാണ് ഈ ഉപദ്രവം മുഴുവൻ. അതാണ് ഈ നായിക്ക് തിന്നാൻ കൊടുത്ത പാമ്പിന് അങ്ങനെയല്ലോ, തിന്നാൻ കൊടുത്തവർക്കാണല്ലോ അതിന്റെ കടി കിട്ടുക. അല്ലാത്തവർക്ക് പാലും മുട്ടയും കൊടുത്ത് പാല് പരിപാലിച്ചാലോ അത് കടിക്കും. ഇതുപോലെയാണ് ലോകത്തിന്റെ അവസ്ഥ. നമ്മൾ ആരും ഇവരെ ഉപദ്രവിച്ചിട്ടില്ല. ഇവരെ ഉപദ്രവിച്ചാൽ നമ്മൾ മുസ്ലിമീങ്ങളും ആകൂല.
ഇവർക്ക് ഉപദ്രവം ഉപകാരങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, ഈ നാട്ടിലെ തീയന്മാരെന്ന് പറയുന്ന വിഭാഗത്തെ ആര്യന്മാർ ഇവിടെ വന്നിട്ട്, ഈ തീയന്മാരെന്ന് പറയുന്നവർ മുഴുവൻ ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയവരാണ്. ആര്യന്മാർ ഇറാനിൽ നിന്ന് വന്നവരാണ്. ഈ നമ്പൂരി എന്നൊക്കെ പറയുന്ന ഈ ജാതികൾ, ഉയർന്ന ജാതിക്കാരൊക്കെ ഇറാനിൽ നിന്ന് വന്നവരാണ്. ഈ തീയന്മാര് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ്. ഈ ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവർ ചെയ്ത അക്രമങ്ങൾ ഈ ഈഴവന്മാരെ നിവർന്നു നടക്കാൻ അനുവദിക്കാതെ മൃഗങ്ങളെക്കാൾ മോശമായി അവരനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ശ്രീധരൻ ഉണ്ണി എഴുതിയത്. അത് വായിച്ചാൽ കരഞ്ഞു പോകും. അത്ര പീഡനം അനുഭവിച്ച വിഭാഗം ഈ ഈഴവന്മാര്. പക്ഷെ ഇസ്ലാം ഇവിടെ കടന്നു വന്നപ്പോ മുസ്ലിങ്ങൾക്കുള്ള ആ പ്രതാപവും പത്രാസും വെച്ചിട്ട് മുസ്ലിങ്ങൾ ഇവിടെ കൂടെ നിർത്തി, മുസ്ലിങ്ങൾ ഇവരെ സഹായിച്ചു. ശ്രീനാരായണ ഗുരുവാണ് SNDP ഉണ്ടാക്കിയതെങ്കിലും അവർക്ക് സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തത് മുസ്ലിങ്ങളാ, സ്ഥലം കൊടുത്തത് മുസ്ലിം പ്രമാണിമാരാ. അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നട്ടല് നിവർത്തി ജീവിക്കാൻ പഠിപ്പിച്ച മുസ്ലിമീങ്ങൾക്കെതിരിലാണ് ഇപ്പൊ അതേ പാർട്ടിയുടെ നേതാവ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ മുസ്ലിങ്ങളെ ഈ പറയുന്നത് അവരെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഭാഗത്തെ എല്ലാവരാലും അകറ്റപ്പെട്ട, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോർ, അങ്ങനെ ഒട്ടല്ലോഹോ ജാതി കോമരങ്ങൾ എന്ന് കുമാരനാശാൻ, SNDP യൂണിയന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ഈ കുമാരനാശാൻ. ഈ വെള്ളാപ്പള്ളി ഇരിക്കുന്ന കസേരയിൽ ആദ്യം ഇരുന്ന മഹാൻ. അദ്ദേഹം എഴുതിയ ദുരവസ്ഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹം പാടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ വിഭാഗത്തെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും വഴി കൂടെ നടക്കാൻ പറ്റാത്തവരും ആക്കി മാറ്റിയത് ജമാഅത്തെ ഇസ്ലാമിയ. പറയുന്ന കേട്ടാ തോന്നുന്നു ഇതൊക്കെ ജമാഅത്തുകാർ ചെയ്തതാണ്. ഇവിടെ ആകെ പ്രശ്നക്കാർ ജമാഅത്തുകാരാണ്, മുസ്ലിങ്ങളല്ല. ജമാഅത്ത് എന്ന് പേര് പറഞ്ഞാലും മുസ്ലിങ്ങളായി പറയണത്. അത് പൊതു എല്ലാവർക്കും തിരിയേണ്ടവർക്ക്, അന്നം തിന്നണ മൂക്ക് കീപ്പിട്ടുള്ള ജീവികൾക്കൊക്കെ തിരിയും. അത് തിരിയേണ്ടവർക്കൊക്കെ തിരിയും. ആര് ന്യായീകരിച്ചിട്ടും കാര്യമൊന്നുമില്ല. പിണറായി 10,000 വട്ടം ന്യായീകരിച്ചാലും അത് മൂടി വെക്കാൻ കഴിയില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഈ ക്രൂരമായിട്ട് ഈ നിരപരാധികളായ ആളുകളെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയാണ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ്? ഇവരെ ഈ പറയുന്ന പാവങ്ങളെ സ്വന്തം കുടുംബത്തെ പോലെ ചേർത്ത് പിടിച്ചു എന്നതാണ് മുസ്ലിങ്ങൾ ചെയ്ത തെറ്റ്. ഈ താമജാതിക്കാരെ, ഈ ഒന്നിനും കൊള്ളാത്തവരെ ഇവരെ സ്വന്തം മക്കളെ പോലെ, കുടുംബത്തെ പോലെ, ഉമ്മപ്പെട്ട മക്കളെ പോലെ ഖുർആൻ പറഞ്ഞതും അങ്ങനെയാ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അല്ലയോ മുസ്ലിങ്ങളെ എന്നല്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളുടെ മുഴുവൻ പിതാവ് ഒരാളാണ്, നിങ്ങളുടെ മുഴുവൻ മാതാവ് ഒരു സ്ത്രീയാണ്. അതിനെന്നെയാ കുടുംബം എന്ന് പറയാ. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ഈഴവൻ, തീയൻ, പുലയൻ, പറയൻ, പാണൻ, ഈ പറയുന്ന വൈജാത്യങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഇവരൊക്കെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന് ലോകത്തോട് വളരെ വ്യക്തമായി പറഞ്ഞ ഖുർആൻ കയ്യിലുള്ളത് കൊണ്ടാണ് നമുക്കിവരെ സ്നേഹിക്കേണ്ടി വരുന്നത്, നമുക്കിവരെ ആദരിക്കേണ്ടി വരുന്നത്, നമുക്കിവരെ ഉപദ്രവിക്കാൻ പറ്റാതിരിക്കുന്നത്, ഇവരോട് ശത്രുത വെക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ്? ഈ ഖുർആനാ നമ്മൾ പിൻപറ്റുന്നത്. ഖുർആൻ നമ്മളോട് പറയുന്നത് തആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിൽ പരസ്പരം സഹായിക്കുക, നല്ല കാര്യത്തിൽ സഹായിക്കുക, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ഉടുക്കാനില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കുക. അവിടെ ജാതിയും മതവും ഒന്നുമല്ല നോക്കേണ്ടത്, മനുഷ്യനാണോ എന്നാണോ നോക്കേണ്ടത്. അലൽ ബിർരി വത്തഖ്വ, നന്മയിൽ സഹായിക്കാനാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഇവര് പറയുന്ന സഹായം നമുക്ക് ചെയ്യാൻ പറ്റൂല. വെള്ളാപ്പള്ളി പറയുന്ന സഹായം എന്താ? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, കള്ള് കുടിച്ചിട്ട് സഹായിക്കണം. അത് നമ്മളെ കൊണ്ട് കഴിയില്ല. വെള്ളാപ്പള്ളിക്ക് അറിയുന്ന കച്ചവടം എന്താ? കള്ളാണ്. കേരള ഗവൺമെന്റിന്റെ വരുമാനം എന്താ? കള്ള. ഒരൊറ്റ ക്രിസ്മസിന്റെ പേരിൽ ഈ കഴിഞ്ഞ ഒറ്റ ക്രിസ്മസിന്, ഈ മാസം കഴിഞ്ഞ ക്രിസ്മസിന് 300 ഒറ്റ ദിവസം ഡിസംബർ 25-ന് 332 കോടി 64 ലക്ഷം ഉറുപ്പ്യന്റെ വിദേശ മദ്യം ബിവറേജസ് കോർപ്പറേഷൻ മാത്രം വിറ്റിട്ടുണ്ട്. ബാറുകൾ വിറ്റതിൽ പെടൂല. കേരളത്തിലുള്ള 900 ബാറിൽ വിറ്റത് വേറെ. ബിവറേജസ് കോർപ്പറേഷൻ മാത്രം 332 കോടി 64 ലക്ഷം ഉറുപ്പ്യന്റെ വിദേശ മദ്യം വിറ്റു. ഡിസംബർ 22 മുതൽ 25 വരെ
3 ദിവസം ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി വിറ്റത് 842,61,00,000 മദ്യമാണ് ബിവറേജസ് കോർപ്പറേഷൻ വിറ്റത്. ഇത് മുഴുവൻ കേരള ഗവൺമെന്റിന് ലാഭമാണ്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു കാലത്തിന് ശബരിമലയത്തെ അമ്പലത്തിൽ ഒന്നും കക്കണ്ട, ഗുരുവായൂർ അമ്പലത്തിലൊന്നും കൈയിട്ട് വരണ്ട. 2-3 മാസം പിന്നെ വിലസാനുള്ള പൈസയൊക്കെ ഇതിലൂടെ കിട്ടും. അതുകൊണ്ട് ക്രിസ്മസ് ഉണ്ടായ അങ്ങനത്തെ മെച്ചുണ്ട്, ഓണം ഉണ്ടായാൽ അങ്ങനത്തെ മെച്ചുണ്ട്. ഈ മാപ്പിളാരിന്റെ പെരുന്നാൾ ഉണ്ടായ ഗവൺമെന്റിന് ഒരു മെച്ചവുമില്ല. അതാ പ്രശ്നം. ഇസ്മി വല്ലുതുവാൻ, ഇതിനു വേണ്ടി നിങ്ങൾ കുടിക്കണം. നിങ്ങൾ പെരുന്നാളിന്റെ പേരിൽ കുടിക്കണില്ല, അതുകൊണ്ട് ഗവൺമെന്റിന് വരുമാനമില്ല. ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കണ വല്ല പണി മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ? വല്ലുതുവാൻ, അതേപോലെ തന്നെ ശത്രുത. ഇവര് ലോകത്ത് പ്രചരിപ്പിക്കുന്നതൊക്കെ ശത്രുതയാണ്. ഇവര് പറയുന്ന രാഷ്ട്രീയം അത് ഫാസിസമാണ്. മറ്റുള്ളവരെ കണ്ടുകൂടാത്ത, എതിര് പാർട്ടിക്കാരെ കണ്ടുകൂടാത്ത, തനിക്ക് വോട്ട് ചെയ്യാത്തവരെ കണ്ടുകൂടാത്ത, മറ്റ് മതക്കാരെ കണ്ടുകൂടാത്ത ഫാസിസമാണ് ഇവരുടെ രാഷ്ട്രീയം. ഇവരുടെ സംസ്കാരം അസഹിഷ്ണുതയാണ്. ആരെയും സഹിക്കൂല, മറ്റുള്ളവരെ സഹിക്കാൻ ഇവർക്ക് കഴിയില്ല. അതാണ് ഇവരുടെ രാഷ്ട്രീയം. അതേപോലെ തന്നെ ഇവരുടെ ഭാഷ ഉന്മൂലനത്തിന്റെ ഭാഷയാണ്. നശിപ്പിക്കുക, കൊല്ലുക, തകർക്കുക, കൊല്ലുക. പള്ളിയായാലും വിരോധമല്ല, അല്ലെങ്കിൽ പള്ളിന്റെ ബിൽഡിംഗ് ആയാലും വിരോധമല്ല. കണ്ടില്ലേ, തകർക്കണത്, നശിപ്പിച്ച് അങ്ങനെ കൂട്ടുക, യാതൊരു നിയന്ത്രണമില്ല. ഉന്മൂലനത്തിന്റെ ഭാഷ. ഇസ്ലാമിന്റെ രാഷ്ട്രീയം ഇതല്ല, ഇസ്ലാമിന്റെ സംസ്കാരം ഇതല്ല. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് ദൈവഹിതമാണ്, അള്ളാഹു പൊരുത്തപ്പെടുന്നത് മാത്രമാണ് രാഷ്ട്രീയം എന്ന പേരിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകത്ത് അനുവദിക്കുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരമാകട്ടെ അത് കാരുണ്യത്തിന്റെ സംസ്കാരമാണ്. എല്ലാവരോടും കരുണ കാണിക്കാനുള്ള ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്, മനുഷ്യരോട് കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കില്ലെന്ന് പ്രഖ്യാപിച്ച ഷഫീഉനാ റസൂലുള്ളാഹിയുടെ കാരുണ്യമാണ്, സംസ്കാരമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഷ മാനവിക സദാചാര, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മാനവിക സ്നേഹമാണ് ഇസ്ലാമിൻ്റെ ഭാഷ എന്ന് പറയുന്നത്. ഇസ്ലാം വെറുപ്പിന്റെ രാഷ്ട്രീയം പറയില്ല. വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു കുമിള പോലും ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കൂല. അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. അതിൽ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ഇത്തരം വൃത്തികേടുകള്, ദുരാചാരങ്ങള്, തോന്യാസങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കാതിരിക്കുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് സാഹോദര്യം ഉണ്ടാക്കുന്നവരാണ്. അക്രിം ജാറക്ക വലൗകാന കാഫിറ, നിന്റെ അയൽവാസിയെ നീ ബഹുമാനിക്കണം. വലൗകാന കാഫിറ, അവൻ മുസ്ലിം ആണെങ്കിലും. ഒരാളെ ബഹുമാനിക്കാൻ അവൻ മുസ്ലിം ആകണമെന്ന നിബന്ധന ഇസ്ലാമിലില്ല. അവൻ മനുഷ്യനാണോ, അവൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്, ആദരിക്കപ്പെടേണ്ടവനാണ്. അവനെ തല്ലാൻ പാടില്ല, അവന്റെ മുഖത്തടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ ഹദീസ് നമുക്കറിയാലോ. ഒരു അടിമയെ ഒരു സയ്യിദ് അടിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ കണ്ടു, അവന്റെ മുഖത്തടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, ഇവന്റെ രൂപത്തിലാണ് അള്ളാഹു തആല ആദം നബിയെ പഠിച്ചത്. ആ ആദമിന്റെ മുഖത്താണ് ഈ പഠിച്ചത്. എത്ര വേദന അള്ളാഹുവിന്റെ പ്രവാചകർക്കുണ്ട്. അതുകൊണ്ട് ആ മുഖത്തടിക്കരുതെന്ന് പറയുന്നത്. ഇത് അള്ളാഹിന്റെ റസൂൽ നിരോധിച്ചതാ. ഇത് അള്ളാഹു തആല ആദമിന് വേണ്ടി തിരഞ്ഞെടുത്ത മുഖമാണ് നമ്മുടെ ഈ മുഖം. അത് കളങ്കപ്പെടുത്താൻ പാടില്ല, അത് അടിക്കാനുള്ളതല്ല, അത് ചവിട്ടാനുള്ളതല്ല, അത് കുത്തി വികൃതമാക്കാനുള്ളതല്ല എന്ന് പഠിപ്പിച്ച പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതമാണ് നമ്മുടെ മതം. എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയാലും നമ്മളെ എപ്പോഴും പിച്ചി വലിക്കാനും മാന്തി യൂഷിക്കു അന്തദാ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫ്ക്, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ മാന്തി പറിക്കാൻ, പിച്ചി വലിക്കാൻ ശത്രുക്കള്, നിങ്ങളുടെ എതിരാളികൾ കാത്തു നിൽക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത് ലോകത്ത് ഇപ്പൊ തുടങ്ങിയൊന്നുമല്ല, എപ്പോഴും മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെ. അല്ലാണ്ട് ലോകത്തെല്ലാവരും മുസ്ലിങ്ങളെ ഇങ്ങനെ പൂച്ചണ്ട് നൽകിയിട്ട് സ്വീകരിക്കുമെന്നോ, പട്ട് പരവതാനി വിരിച്ചിട്ട് സ്വീകരിക്കുമെന്നോ കാത്തിരിക്കുന്നവരല്ല സത്യവിശ്വാസികൾ മുസ്ലിമീങ്ങൾ. അത് അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാകൂല. നമുക്കറിയാം ഈ ലോകം നമ്മുടെ ജയിലാണ്.
ഈ ജയിലിൽ ജീവിച്ച പരീക്ഷണങ്ങളിൽ വിജയിക്കണം. അതാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്, ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് മുസ്ലിമിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് അത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ നോക്കി, നിങ്ങൾ തമിഴ്നാട് മുഴുവൻ കത്തിക്കാൻ ആ സംഘികൾ ഇപ്പൊ ശ്രമിക്കുക. എന്തിന്? ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥലത്തിന്റെ അതിർത്തി തിരിക്കാൻ വേണ്ടി കുത്തിയ ഒരു അതിരിക്കല്ലിൽ വിളക്ക് കത്തിക്കാനുള്ള കേസ്. അതൊരു ദർഗയുടെ അടുത്തായി പോയി. അപ്പൊ അതുകൊണ്ട് അവിടെ വിളക്ക് കത്തിക്കണം. 2025 മുമ്പ് ലോകത്ത് ആരും ആ കല്ലിൽ വിളക്ക് കത്തിച്ചിട്ടില്ല. അപ്പൊ അവിടെ വിളക്ക് കത്തിച്ചേ തീരുന്ന കോടതികളെ ജഡ്ജികൾ, അതിലേറെ വലിയ സംഖ്യകളാണ് ജഡ്ജികൾ, അതെല്ലാവർക്കും അറിയാലോ. അത്തരം ജഡ്ജിമാർ അതിന് അനുകൂലമായി വിധി പറയുകയാണ്. ആയിക്കോട്ടെ, നമുക്കതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളായി മാറുന്നത്. ഇത് ലോകം അറിയണില്ല. അമേരിക്കയിൽ 2 ടവറുകൾ ഇടിച്ചു തകർത്തു. എന്താ ഫലം? ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും യൂറോപ്യന്മാരും തയ്യാറായി. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. ഇപ്പൊ കണ്ടില്ലേ, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തില് മേയറായി വന്നതാരാ? മുസ്ലിമാ. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? എത്രത്തോളം ഇവിടെ മർദ്ദിക്കപ്പെടുന്നോ അത്രത്തോളം മർദ്ദനം. അങ്ങനെയാണല്ലോ ഈ സ്വർണത്തിന് ഇത്ര ചൊറുക്കുണ്ടാകുന്നത്. എന്തുകൊണ്ടാ? തട്ടാന്മാർ അതിനങ്ങനെ അടിക്കണത് കൊണ്ടാ. അടിക്കാത്ത സ്വർണത്തിന് തിളക്കുണ്ടാവില്ല. തല്ലുകൊള്ളുമ്പോൾ അടി എത്ര കൊള്ളുന്നുവോ അത്രയും പൊന്ന് നന്നാവും. പൊന്നിനെ പോലെയാണത്രേ തൊണ്ടിന്റെ സ്വഭാവവും എന്നൊരു കവി പാടിയതായിട്ട് കാണാം. തല്ലാണ് പൊന്നിന്റെ തിളക്കത്തിന് കാരണം. തല്ലി 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 അത് മയമാക്കി എടുക്കുമ്പോഴാണ് പൊന്നിന് തിളക്കമുണ്ടാകുന്നത് എന്ന് പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശത്രുക്കളാണ് ഇസ്ലാമിന്റെ പ്രചാരകര്. ഈ ശത്രുക്കളാണ് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം നമ്മളോട് പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സഹിക്കുക. നിങ്ങൾ ഇതിനെതിരിൽ ബോംബുണ്ടാക്കാനും പൊട്ടിക്കാനൊന്നും നിങ്ങൾ പോണ്ട. നിങ്ങൾ അതിന്റെ ആളുകളല്ല. നിങ്ങൾ സഹിക്കുക, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അതാണ് വിവേകം, അതാണ് തന്റെ ഇടം, അതാണ് ഉലുൽ അസ്മിന്റെ ഗുണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിഅമ സിലാഹുൽ മുഅ്മിനി, സത്യവിശ്വാസിയുടെ ആയുധം നല്ല ആയുധമാണ്. നമ്മുടെ ബോംബ് നല്ല ബോംബാണ്. ആരുടെ ബോംബിനേക്കാളൊക്കെ വലിയ ബോംബാണ് മുസ്ലിമീങ്ങളുടെ ബോംബ്. ഏതാണ് ആ ബോംബ്? അസ്വബറു വദ്ദുആഉ, ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക. എന്ത് പ്രയാസം വന്നാലും ദ്വാർക്കുക, അതേപോലെ തന്നെ ക്ഷമിക്കുക. പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. നമ്മൾ ദ്വാർക്കുക, നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. അതിന്റെ കൂലി അള്ളാഹു നമുക്ക് തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്ന ഈ ആയുധമാണ് വലിയ ആയുധം. പ്രയർ ഈസ് നോട്ട് എസ്കേപ്പ്. വില്യം ബെർക്കളെ പറഞ്ഞ പോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള മാർഗമൊന്നുമല്ല. ബട്ട് വേ ടു ബട്ട് പ്രയർ ഈസ് ദ വേ ടു കോൺക്വസ്റ്റ്. കീഴടക്കാനുള്ള വഴിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക, ദ്വാരക്കുക, ക്ഷമിക്കുക. നമ്മൾ അതിനെതിരിൽ നിന്നും പ്രതികരിക്കാനും അവരെ പോലെ നമ്മൾ ആകാനും നിൽക്കരുത്. ചിലപ്പോൾ നമ്മൾ അവരെ പോലെ ആകുന്നുണ്ട്. എന്തുകൊണ്ടാ? കുറെ കള്ളൂടിയന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞാൽ പറ്റൂലല്ലോ. കുറെ കള്ളൂടിയന്മാരുണ്ട്. അവരിലെ കുറെ കള്ളൂടിയന്മാരായി കാട്ടുന്നത് നല്ല ഹിന്ദുക്കളൊന്നും അല്ല. കുറെ കള്ളൂടിയന്മാർ എന്തെങ്കിലും തോന്നിയാസം കാണിക്കും. മാറാടൊക്കെ ഉണ്ടായത് അതല്ലേ, ഒന്നാം മാറാട് പറഞ്ഞാൽ തന്നെയാ. അപ്പൊ ഇപ്പുറത്തുണ്ട് കുറെ കള്ളൂടിയന്മാര്. അവര് കുറെ കള്ളൂടിയന്മാരും കശാപ്പുകാരും കൂടി ഇപ്പുറത്ത് അങ്ങോട്ട് ഇറങ്ങി. അപ്പൊ 2ാം മാറാടായി. ഇത് ജമാഅത്തെ ഇസ്ലാമി ചെയ്തോന്നല്ല. കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടനയും അതിന് പിന്തുണ കൊടുത്തിട്ടില്ല. പക്ഷെ കുറച്ച് കള്ളൂടിയന്മാർ ഇപ്പുറത്തുണ്ട് എന്നുള്ള ബോധം അപ്പുറത്തെ കള്ളൂടിയന്മാർക്ക് അപ്പം തോന്നിയില്ല. ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഏറ്റെടുത്തുകൊണ്ട് മാറാട് കലാപമൊന്നും ഉണ്ടാവില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാർ കള്ളൂടിയന്മാരൊന്നും അല്ല. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ ക്ഷമിക്കാനാ നമ്മൾ ലോകത്തോട് പറയുന്നത്. ദ്വാരക്കുക, ക്ഷമിക്കുക. അതുകൊണ്ട് തന്നെ വലാത്തഴുത്തതു, പരിശുദ്ധ ഖുർആൻ പറയും, നിങ്ങൾ അതിര് വിട്ട് കിടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിര് വിട്ട് കിടക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അവരെ അല്ലാഹു സ്വീകരിക്കൂല, അവരെ അല്ലാഹു അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ക്ഷമയാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര.
വബശ്ശിരി സ്വാബിരീന, പരിശുദ്ധ ഖുർആൻ പറയുന്നു വബശ്ശിരി സ്വാബിരീന, ക്ഷമിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്കാണ് സ്വർഗം. ആരാണ് ക്ഷമിക്കുന്നവര്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പ്രയാസം വന്നാലും മറ്റുള്ളവരെ പോലെ, ഇപ്പൊ ഉദാഹരണത്തിന് പറയാ, ഒരു പെണ്ണ് ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സാ പഴവോ എന്തോ ആയി, പ്രസവത്തിലോ എന്തോ ഒരു പെണ്ണ് മരിച്ചു. ഒരു ഹിന്ദു പെണ്ണോ ക്രിസ്ത്യൻ പെണ്ണോ അങ്ങനെ മരിച്ചെങ്കിൽ എന്താ ഉണ്ടാകുക? കുറെ കള്ളുടിയന്മാർ ചെന്നിട്ട് ആശുപത്രിയിനുള്ളിലുള്ളതൊക്കെ തല്ലി പൊളിക്കും, കുറെ അക്രമമൊക്കെ ഉണ്ടാവും. ഒരു മുസ്ലിം പെണ്ണാണ് അങ്ങനെ മരിച്ചെങ്കിൽ എന്താ ഉണ്ടാകുക? ആ പെണ്ണിന്റെ ഭർത്താവ് അത് കേട്ട ഉടനെ എന്ത് പറയും? ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഒക്കെ പടച്ചോന്റെ വിധിയാണ്, അവന്റെ വിധിക്ക് ഞാൻ കീഴടങ്ങുന്നു എന്നവൻ മനസ്സിൽ സമാധാനിക്കും. ആശുപത്രിക്കാരുടെ പഴവല്ല, പടച്ചോന്റെ വിധി എത്തിയാലല്ലാതെ എൻ്റെ ഭാര്യ മരിക്കൂല എന്നാണ് ആര് വിശ്വസിക്കുന്നത്? മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. അതാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവൂല. പ്രസവിക്കാത്ത പെണ്ണിന് പ്രസവ വേദന എന്താണെന്ന് തിരിയൂല പറഞ്ഞ പോലെ ഇത് വെള്ളാപ്പള്ളി നടേശന് അറിയൂല, AK ബാലൻ അറിയൂല, ഒരു ബുദ്ധിജീവിക്കും അറിയൂല. ഇത് മുസ്ലിം ആവണം മനസ്സിലാണെങ്കിൽ ഞങ്ങൾ എന്താ പ്രതികരിക്കാത്ത? ഞങ്ങൾ ഇന്നാ ലില്ലാഹി ചെല്ലുന്നവരാ. ആ ഇന്നാ ലില്ലാഹിയിൽ എല്ലാം ഉണ്ട്. ഞങ്ങൾ അള്ളാഹുവിൽ സമർപ്പിക്കുന്നവരാണ്. ഞങ്ങൾ അള്ളാഹുവിൽ അവന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നതിനൊക്കെ പ്രതികരിക്കാനും, ഉടനെ കേൾക്കുമ്പോഴേക്ക് വാളെടുത്ത് വെട്ടാനും അല്ലെങ്കിൽ അതിന് വാളുണ്ടാക്കി വെക്കാനും ആയുധം ഒരുക്കാനും ഞങ്ങളെ കിട്ടൂല. അത് മറ്റുള്ളവർ ചില ഏമ്പോക്കികളുടെ സ്വഭാവമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു പറയുന്ന ഉലൈക അലൈഹിം സ്വലവാത്ത്. ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ ഇന്നാ ലില്ലാഹിയിൽ അഭയം തേടുന്ന ആളുകൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വലാത്തും മിൻ റബ്ബിഹിം, അവരുടെ നാഥൻ, അവരുടെ സൃഷ്ടാവ്, അവരുടെ ദൈവം അവർക്ക് മഗ്ഫിറത്ത് നൽകുന്നുണ്ട്. അവന്റെ ഭാഗത്ത് നിന്നുള്ള മഗ്ഫിറത്തുണ്ട്. വറഹ്മത്തുൻ, അവന്റെ കരുണയും ഈ ക്ഷമിക്കുന്നവർക്കുണ്ട്. ആ കരുണയും ആ മഗ്ഫിറത്തും ആ പാപമോചനവും ആ കാരുണ്യവുമാണ് സത്യവിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് നേർമാർഗം സിദ്ധിച്ചവരായ ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെ പ്രകോപിപ്പിച്ചാലും ആ പ്രകോപനങ്ങളിൽ വീഴുന്നവരാകരുത് സത്യവിശ്വാസികൾ. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളാണ്, സത്യദീനിന്റെ പ്രചാരകരാണ്, അത് ഏറ്റെടുത്ത ആളുകളാണ്. ആ നിലയ്ക്ക് തന്നെ അതിനെയൊക്കെ നേരിടാനും അള്ളാഹും അവന്റെ പ്രവാചകരും നമ്മുടെ മുൻഗാമികളും കാണിച്ചു തന്ന മാതൃകയിൽ ക്ഷമിക്കാനും സഹിക്കാനും അവിവേകികളോട് തിരിഞ്ഞു കളയാനും ഐരുദാനിൽ ജാഹിലീൻ. നമ്മൾ ചെയ്യേണ്ടത് എന്താ? ജാഹിലീങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ, വിഡ്ഢികൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേട്ടില്ല എന്ന് വെച്ച് നമ്മൾ തിരിഞ്ഞു കളയുക. നമ്മൾ അതിന് വാളെടുത്ത് വട്ടാൻ പോകുന്ന സ്വഭാവം നമുക്ക് പറ്റൂല. നമ്മൾ അതിൽ പ്രതിഷേധിക്കാനും പോണില്ല, നമ്മൾ അതിൻ്റെ പേരിൽ ഒച്ചുണ്ടാക്കാനും പോണില്ല, നമ്മളത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. കാരണം എത്രയോ ഭ്രാന്തന്മാർ എവിടേക്കോ കിടന്നിട്ട് എന്തൊക്കെയോ കാട്ടും അല്ലേ. ഒരു ദിവസം ഞാൻ രാത്രി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ വെച്ചിട്ട് എൻ്റെ സീറ്റിൻ്റെ മുമ്പിൽ മൂന്നാളിരിക്കുന്ന സീറ്റിൽ ഇരുന്നിട്ട് ഒരു ചങ്ങായി എന്നെ ഭയങ്കര തെറി ഇങ്ങനെ പറയാം. എണിച്ച് തിരിഞ്ഞു നിന്നിട്ട് ബസ്സിലെ യാത്രക്കാർ ഒരു ചങ്ങായി എന്നെങ്ങനെ തെറി പറയുന്നുണ്ട്, ചവിട്ടോടാ അങ്ങനത്തോനെ ഇങ്ങനത്തോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഞാനൊന്നും പ്രതികരിച്ചില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്നോട് ചോദിച്ചു അയാൾ ആരാണെന്ന്. എനിക്കറിയില്ല പറഞ്ഞു. പിന്നെ എന്താ അയാൾ നിങ്ങളെങ്ങനെ ചീത്ത പറയണേ ചോദിച്ചു. അത് അയാൾക്ക് മാനസികമുണ്ട് എന്ന് കണ്ടാൽ മനസ്സിലാകുന്നുണ്ട്. ആള് രോഗിയാണ്. കൂടെ ഇരിക്കുന്ന രണ്ടാളും പിടിച്ചൊതുക്കണം കണ്ടില്ലേ. അപ്പോൾ ഒരാൾ രോഗിയാണ്, മാനസികമായിരിക്കും. എൻ്റെ വേഷമുള്ള ആൾ ആരെങ്കിലും അയാളെ തല്ലിയിട്ടുണ്ടാവും, ഇളക്കിയിട്ടുണ്ടാവേ. ചെയ്താൻ ഇളക്കിയപ്പോൾ തല്ലിയിട്ടുണ്ടാവും. ആ ദേഷ്യം ആയിരിക്കാം ഒരു പക്ഷെ എന്നോട് കാണിക്കണത്. അല്ലെങ്കിൽ പൈശാചികമായി തന്നെ ഈ വേഷത്തോട് ഇത്തിരി വിരോധം പിശാചിനുണ്ട്. ആ വിരോധം വെച്ചിട്ടായിരിക്കാം. അതിന് ഞാൻ അതേപോലെ പ്രതികരിക്കാൻ എനിക്ക് പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അടുത്തിരിക്കുന്ന ആളോ, അടുത്തിരിക്കണം എന്തോ ക്രിസ്ത്യാനി എന്തോ ആണ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ ചീത്ത പറയാനും നമ്മളെ തല്ലാനും അടിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർ പറഞ്ഞോട്ടെ, നമ്മൾ അതിനനുസരിച്ചിട്ട് അവരോട് പെരുമാറേണ്ടത്. അയൽ ജാഹിലി, നമ്മൾ തിരിഞ്ഞു കളയണമെന്നാണ്. വിഡ്ഢികളുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയാനോ എതിർക്കാനോ പോകാതെ തിരിഞ്ഞു കളയണമെന്നാണ് അള്ളാഹു നമ്മളോട് ഖുർആനിലൂടെ പറഞ്ഞത്. നമ്മൾ ആ നിലയിൽ തന്നെ കാണണം. ഇസ്ലാം അതിൻ്റെ മുഖമുദ്ര, അതിൻ്റെ മാതൃക ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ആ മതം അത് ആനകൾക്കുണ്ടാകുന്ന മതമല്ല. ഈ മതം
മനുഷ്യത്വത്തിന്റെ മതമാണ്, ആനയുടെ മതമല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സത്യവിശ്വാസികളായ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലി വാലിദീനാ വലി ഉമ്മഹാത്തിനാ വലി അസാതിദത്തിനാ വലി മശായിഖിനാ വലി തലാമിദത്തിനാ വലി മൻ ലഹു ഹഖ്ഖുൻ അലൈനാ വലി മൻ ദുഫിനു ഫീ മഖാബിരിനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ആമീൻ.